ചെയ്ത കാർ ലഭിച്ചില്ല. ഉപഭോക്തൃ കോടതിയിൽ നൽകിയ പരാതിയിൽ കാസർഗോഡ് സ്വദേശിക്ക് 29.10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി വിധി. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് വിധി. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. 9 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹംസയ്ക്ക് അനുകൂലമായ അന്തിമ വിധി ഉണ്ടായത്. 2016 11.21 ലക്ഷം രൂപ നൽകി ബുക്ക് ചെയ്ത് കാർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ബേക്കൽ ഹദ്ദാദ് സ്വദേശിയും പ്രവാസിയുമായ ഹംസ കുന്നിലിന് 29,10,173 രൂപ നഷ്ടപരിഹാരം നൽകുവാൻ കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും തുടർന്ന് കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും വിധിച്ചത്. 2016 പുറത്തിറങ്ങിയ മാരുതി സുസുക്കിയുടെ ബ്രസ വിത്താര കാറാണ് ഹംസ ബുക്ക് ചെയ്തത്. കാഞ്ഞങ്ങാട്ടെ പോപ്പുലർ കാർ ഷോറൂം വഴിയാണ് ബുക്കിംഗ് നടത്തിയത്. ബുക്കിംഗിന് പിന്നാലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാർ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാർ കൊണ്ടുവന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടുവെന്നായിരുന്നു മറുപടി. പകരം പുതിയ കാർ ലഭിക്കുന്നതുവരെ 2% പലിശ നൽകാമെന്ന ഓഫർ നൽകിയെങ്കിലും ഹംസ അതിന് സമ്മതിച്ചില്ല. കാർ വാങ്ങുന്നതിനായി ഗൾഫിൽ നിന്നും പ്രത്യേകമായി നാട്ടിലെത്തിയതായും ഹംസ വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കമ്മീഷൻ വിധിക്കെതിരെ എതിർകക്ഷികൾ സംസ്ഥാന കമ്മീഷനെ സമീപിച്ചുവെങ്കിലും വിധി ശരിവെക്കുകയായിരുന്നു. 2014 ഡിസംബറിൽ ഞാൻ ഒരു ബ്രസ കാറിന് ബുക്ക് ചെയ്തത് കാഞ്ഞങ്ങാട് പോപ്പുലറിൽ. എനിക്ക് ഒരു 21 ദിവസത്തേക്ക് വണ്ടി തരുന്നുള്ളൊരു അഡ്വർടൈസ്മെന്റിലാണ് ഞാൻ പോയത്. അങ്ങനെ അവരോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 21 ദിവസം തരാൻ പറ്റുമെങ്കിൽ മാത്രം ഏറ്റാൽ മതി, എനിക്ക് ഗൾഫിലാണ് ജോലി, എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അവരൊക്കെ തരാമെന്ന് പറഞ്ഞ് ബുക്കിംഗ് സ്വീകരിച്ചു. ഞാനത് പ്രകാരം ബുക്കിംഗ് അഡ്വാൻസ് ആയിട്ട് 21,000 രൂപ കൊടുത്തു. എന്നിട്ടും കുറച്ച് നാൾ പിന്നെയും 21 ദിവസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടാത്തപ്പോൾ ഞാൻ ഗൾഫോട് തിരിച്ചുപോയി. അവരെന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനാദ്യം ഫണ്ട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഗൾഫിൽ തിരിച്ചു വന്ന് ബാങ്കിൽ പോയി ബാങ്കിൽ ലോൺ എടുത്ത് പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ ഇവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഫണ്ട്. ഇത് കിട്ടാത്ത കാരണം പിന്നെ ഞാൻ ഷോറൂമിൽ പോയപ്പോൾ ഇവർ പറഞ്ഞു വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോയെന്ന് പറഞ്ഞു. വരുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയി. അപ്രകാരം ഞാൻ എന്താ വെച്ചാൽ അവർ പോയി പറഞ്ഞു എനിക്ക് വണ്ടി നിങ്ങൾ തന്നതിന് വെച്ചാൽ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ എനിക്കൊരു വണ്ടി വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു നഷ്ടപരിഹാരം എനിക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാസർഗോഡ് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. കോടതി എനിക്ക് നഷ്ടപരിഹാരമായിട്ട് തരാൻ വേണ്ടി വിധിച്ചു. ആ വിധി പ്രകാരം ഇവർ അപ്പീൽ കോടതി പോയി തിരുവനന്തപുരത്ത്. അപ്പീൽ കോടതി കീഴ്ക്കോടതി ശരിവെച്ച് എനിക്ക് അതേ എമൗണ്ട് തന്നെ തരാൻ വേണ്ടിയിട്ട് വിധിച്ചു. ഇപ്പോൾ 29,173 രൂപ എനിക്ക് തരാൻ വേണ്ടി കോടതി വിധിച്ച് 24,95,684 രൂപേൻ്റെ ചെക്ക് എനിക്ക് തന്നു. ഇനിയും 10-ാം തീയതി കേസുണ്ട് 10/3. ബാക്കി തുകയും കൂടി കിട്ടാനുണ്ട്. 4 ലക്ഷത്തി സംതിങ് കിട്ടാനുണ്ട്. അപ്പോൾ ഇനി 10-ാം തീയതിക്കുള്ള കേസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കോടതി എനിക്ക് നീതി തന്നതിന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. അത്ര തന്നെ. 5,000 രൂപ കോടതി ചെലവുൾപ്പെടെ 30 ദിവസത്തിനകം തുക നൽകാത്ത പക്ഷം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉത്തരവ് നടപ്പിലാക്കുവാനുള്ള അവകാശം പരാതിക്കാരനുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. നഷ്ടപരിഹാര തുകയിൽ 25 ലക്ഷം രൂപ ഇതിനകം ഹംസയുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചു കഴിഞ്ഞു. ബാക്കി തുക കോടതി നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത രീതിയിൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷുക്കൂറാണ് കേസിൽ വാദിഭാഗത്തിനു വേണ്ടി ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.